ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ ഉപദേശകനുമായി കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. യാത്രക്കിടെ രണ്ടുപേർക്കും വല്ലാതെ ദാഹം അനുഭവപ്പെട്ടു. അവർ കാട്ടിലുള്ള ഒരു തെങ്ങിൽ നിന്നും കരിക്കടത്തുകയും കയ്യിലുള്ള കത്തി കൊണ്ട് ആ കരിക്ക് ചെത്തുന്നതിൻ്റെ ഇടയിൽ രാജാവിൻ്റെ കൈവിരൽ മുറിഞ്ഞുപോയി. വേദന കൊണ്ട് പുളയുന്ന രാജാവിനോട് തൻ്റെ ഉപദേശകൻ പറഞ്ഞു, പ്രഭോ, സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി. ഈ ഒരു ഉപദേശം തീരെ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. കോപം കൊണ്ട് രാജാവ് ഉപദേശകനെ തൊട്ടടുത്തുള്ളതായ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു. അല്പസമയങ്ങൾക്ക് ശേഷം രാജാവ് കാട്ടിലുള്ള ഒരു സംഘം കാട്ടാളന്മാരുടെ മുന്നിൽ പെടുകയാണ്. നരബലി നടത്തുന്നതിന് ആളെ അന്വേഷിച്ച് നടക്കുന്ന കാട്ടാളന്മാരുടെ മുന്നിൽപ്പെട്ട രാജാവ്. അവർ രാജാവിനെ അടിമുടി പരിശോധിച്ചു. അപ്പോഴാണ് രാജാവിൻ്റെ ഒരു വിരലിൻ്റെ അറ്റം മുറിഞ്ഞു പോയിരിക്കുന്നതായിട്ട് അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. വൈകല്യമുള്ള ഒരാളെ നരബലി നടത്താൻ പറ്റില്ല എന്ന് കാട്ടാളന്മാരുടെ തലവനായ മൂപ്പൻ പറഞ്ഞതോടെ രാജാവിനെ അവർ വെറുതെ വിട്ടു. പെട്ടെന്നാണ് രാജാവിന് ആ ഉപദേശകന്റെ വാക്കുകൾ ഓർമ്മ വന്നത്. ഉടൻ തന്നെ പൊട്ടക്കിണറ്റിന്റെ അടുക്കലേക്ക് ചെല്ലുകയും തൻ്റെ ഉപദേശകനെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുകയും സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഉപദേശകന്റെ വാക്കുകൾ വളരെ ചിന്തോദ്ദീപകമായിരുന്നു. അങ്ങനോട് ഒരിക്കലും മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു കണക്കിന് അങ്ങനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടത് നല്ലതായി. ഇല്ലായിരുന്നുവെങ്കിൽ ആ കാട്ടാളന്മാർ എന്നെ നരബലി നടത്തിയ. ജീവിതത്തിൽ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. വരുന്നതെല്ലാം നല്ലതിനാണെന്നുള്ളത് ഒരു കരുതലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കരുത്ത്. നമ്മുടെ ജീവിതത്തിൽ നാം തീരുമാനിച്ച് ചിട്ടപ്പെടുത്തുന്നത് തന്നെ നടക്കണം എന്നുള്ളതല്ല ജീവിതം. നമുക്ക് വരാനിരിക്കുന്ന ആ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പുനർക്രമീകരിക്കാൻ കഴിയുന്നതിലൂടെയാണ്, അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നതാണ് നമ്മുടെ ജീവിതം. സ്വന്തം മനസ്സിനെ മാറ്റാൻ കഴിയാത്തവർക്ക് ഒരിക്കലും ഒരു രീതിയിലും ഒരു മാറ്റവും ഉണ്ടാവുകയില്ല.